എടാ മോനെ ഏതാ മൂട്? അണ്ണ ഇങ്ങ് ഓസ്ട്രേലിയയിൽ വന്നു. ബാംഗ്ലൂരും ഗാങ്സ്റ്ററും എല്ലാം വിട്ട് സൂസനായി സ്വസ്ഥമായി ജീവിക്കായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. ഞാൻ പെട്ടു മോനെ, പെട്ടു. അണ്ണ നശിച്ച ദിവസം ഞാനും നിക്കോളസുമായ ഒരു ബിസിനസ് ഡിസ്കഷനിലായിരുന്നു. അപ്പോഴാണ് യാക്കൂബ് എന്നെ വിളിച്ചത്. അവന്റെ നശിച്ച വീട്ടിലേക്ക് ഞാൻ പോയി. ആ രാത്രിയിൽ ഞാൻ ഓസ്ട്രേലിയ ജയിലിൽ കയറിയതാ. ഓസ്ട്രേലിയയിൽ സൂസൻ പറഞ്ഞ പോലെ ഗാങ്സ്റ്ററൊക്കെ വിട്ട് ഞാൻ ബിസിനസ് തുടങ്ങിയ സമയമായിരുന്നു. സിനിമ ബിസിനസ്. പക്ഷെ എന്നെ അവന്മാർ പറ്റിച്ചു. സിനിമ പിടിക്കാന്ന് പറഞ്ഞ് എന്റെ കാശ് മൊത്തം അവന്മാർ വെള്ളമടിച്ച് കളഞ്ഞു. മാസ് വേണമെന്ന് പറഞ്ഞിട്ട് അവന്മാരെടുത്ത പടത്തിൽ ഫുൾ ഗ്രാസ് ആയിരുന്നു. നിക്കോളാസ് അവന്മാരെ രണ്ടിനെ പൊക്കി. ഒരു ഡയറക്ടറും ഒരു DOP. ഞാൻ അവന്മാരായി ശരിക്കും ഒന്ന് ഡിസ്കസ് ചെയ്തു. അവന്മാരോട് പറഞ്ഞു, ഇനി ഷോർട്ട് ഫിലിം എടുക്കുകയാണെങ്കിൽ മാസ് വേണം, ത്രില്ല് വേണം, ഷോർട്ട് ആയിരിക്കണം. അണ്ണാ ഞങ്ങളെ അഴിച്ചുവിടണ്ണ, ഞങ്ങൾ ഇനി മാസ് പടം എടുക്കുള്ളൂ അണ്ണാ. എന്റെ പൊണ്ണ് നിക്കോളാസ്, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ നീ എഞ്ചിൻ ഓൺ ആക്കി കളിക്കണ്ടേ? അണ്ണാ എന്താ അണ്ണാ? നിക്കോളാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സംസാരിക്കുമ്പോ ശ്രദ്ധിക്കണമെന്ന്. അണ്ണാ അണ്ണാ ഞാനേ അണ്ണനൊരു ടൂൾ ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ. ആ അതിങ്ങ് കൊടു. അണ്ണാ എവിടെണ്ണാ ഇവിടെ പാർട്ടി തുടങ്ങി. എടാ മോനെ നിനക്ക് സുഖാണോ? ഏതാ മൂട്? എന്നാ സുഖം അണ്ണാ. അണ്ണ ഇങ്ങ് വന്നേ, ഒരു കാര്യമുണ്ട്. എടാ മോനെ പാർട്ടി വേട, ഞാൻ വേറെ മൂടാ. സൂസൻ പറഞ്ഞ് പാർട്ടിയൊക്കെ വിട്ട് പണിയെടുക്കാം. അതാ മോനെ ഓസ്ട്രേലിയയിൽ സ്റ്റൈൽ. ഞാൻ പിന്നെ ഓക്കെ പറഞ്ഞു. എനിക്കിപ്പോ അവളല്ലേ അവള്. ഞാൻ ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങി മോനെ, സിനിമ ബിസിനസ്. ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം ഡിസ്കഷനിലാണ്. നിക്കോളാസെ മാറി മാറി. എന്റെ അണ്ണ അണ്ണ എന്നൊക്കെ പറയണ. ഇനി വന്നേ അണ്ണ, ഇവിടെ നമ്മളൊരു പ്രാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രാങ്കോ? എന്റെ മോനെ പ്രാങ്ക്? ആരെയാ? യാരികെ? നമ്മുടെ ബ്രിസ്റ്റോ ഇല്ലേ, ബ്രിസ്റ്റോനെ പ്രാങ്ക് ചെയ്യാൻ വമ്പം പ്ലാൻ. അണ്ണ ഇനി വന്നേ. വമ്പം പ്ലാനോ? പ്രാങ്ക് അത് കലക്കി മോനെ. നീ ഇപ്പൊ എവിടെ ഉണ്ട്? പാർട്ടി മസ്റ്റ് ആണ്. നീ പറ മോനെ. അണ്ണാ പാർട്ടി മസ്ത്, പ്രാങ്ക് അതിലും മസ്ത്. ഞാൻ എന്റെ വീട്ടിലുണ്ട്. അണ്ണ ഇനി വന്നേ. അണ്ണാ അണ്ണാ പാർട്ടിക്ക് ഞാൻ പോവണ്ണ, ഞാൻ പൊക്കോളാം. മോനെ ഞാൻ ഇവിടെ അടുത്തുണ്ടല്ലോ, ഞാൻ ഇപ്പൊ വരാം. ഞാൻ വന്നിട്ട് പ്രാങ്ക് തുടങ്ങാവുള്ളൂ. ആ പിന്നെ മോനെ ഞാൻ കള്ളു കുടിക്കില്ല കേട്ടോ. ദിവസം വഴക്ക് പറയും. ബിസിനസ് ആണ് മോനെ. ഓക്കെ മോനെ നീ വെച്ചോ. അണ്ണ മൂടാ. ഇവന്മാരെ നിക്കോളാസെ ഓടി ഓടി. നിക്കോളാസെ ഇവന്മാരെ 10 പ്രാവശ്യം സൗണ്ട് ഓഫ് ലവ് കാണിച്ചു വിട്ടേക്ക്. എടാ മോനെ എടാ മോനെ എല്ലാരും എന്തി? പാർട്ടി എന്തി? നീ പറ മോനെ. എനിക്കിപ്പോ പ്രാങ്ക് കാണണം. ഇന്നെല്ലാരും സെറ്റ് ആക്കിട്ട് എന്നെ പോകുള്ളൂ. എന്റെ പൊന്നണ്ണ അണ്ണ ഇങ്ങ വാണ, നമുക്ക് അത് രണ്ടെണ്ണം അടിക്കാന്നേ. അയ്യോ മോനെ ഞാൻ അടി നിർത്തി. ഓസ്ട്രേലിയയിൽ വന്നപ്പോ സൂസൻ പറഞ്ഞു ഈ അസോസിയേഷനിലേക്കുള്ള ലോ ക്ലാസ് പീപ്പിൾ ആണ് വെള്ളമടിയെന്ന്. ഞാൻ നിർത്തി മോനെ. ഞാൻ ഇപ്പൊ ഫിലിം പ്രൊഡ്യൂസറാണ്. എന്റെ പൊന്നണ്ണ അണ്ണ ഇങ്ങ വന്നേ, നമുക്ക് നമ്മുടെ ചെട്ടിയാരെ പരിചയപ്പെടാം. കള്ള തിരുവാലി. അണ്ണാ അണ്ണ അണ്ണ ഇതാ അണ്ണ നമ്മുടെ മാളു, മറ്റേ ബാംഗ്ലൂരിൽ നിന്നുള്ള. ബാംഗ്ലൂരാ? ഏത് മുടി? ഓ ബാംഗ്ലൂരാ? ബാംഗ്ലൂർ അല്ലി എല്ലി. Once upon a time, ബാംഗ്ലൂരിನಲ್ಲಿ ನಂದು ಅಬಾಂಡ ಹವಾ ಫುಲ್ ಸೀನ್ಸ್. ಅಲ್ಲಿ ಬೇಕರಿ ಚೇಟಾಸ್ ಎಲ್ಲ ನಮ್ಮ ಬಾಯ್ಸ್. ಡ್ಯೂಟಿ ಟು ಏರ್ಪೋರ್ಟ್ ಗೊತ್ತಲ್ಲ? ഇവള് ജനിച്ച മാത്രമല്ല ബാംഗ്ലൂര്, പഠിച്ചു വളർന്നേക്കാമത് പാലക്കാട് പട്ടിക്കാട്ടില. കന്നഡ ಗೊತ್ತಾത്. എന്താ മോനെ പറയണ്ടേ കന്നഡ ಗೊತ್ತಿല്ലാന്ന്? ആ പറ മോനെ എന്ത് പ്രാങ്കാണ്? അണ്ണ നമ്മുടെ ബ്രിസ്റ്റോ അറിയാം അണ്ണ? ഏത് മറ്റേ ഒലിപ്പിച്ച് കിടക്കുന്ന ബ്രിസ്റ്റോയെ? ബ്രിസ്റ്റോ? ആ വന്നു മോനെ. മരണ വന്നു. ഒരു ദിവസം ഞങ്ങൾ രൂപയെ കൊണ്ട് ഇവന് മെസ്സേജ് ഏൽപ്പിച്ചു. ഇവര് നേരത്തെ പാർട്ടിയിൽ ഏതോ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്.
പിന്നെ പാർട്ടി മീറ്റ് ചെയ്ത് അവൻ്റെ പെർഫോമൻസ് ഒന്ന് അടിപൊളി എന്നെ പുളകിതയാക്കി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വിട്ടു. അടുത്ത പാർട്ടിയിൽ നേരത്തെ വാ, നമുക്ക് അപ്സ്റ്റെയർ ബെഡ്റൂമിൽ വെച്ച് കാണാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവൻ പോയോന്നോ? എൻ്റെ അളിയ ഫുള്ള് പുള്ളി ത്രില്ലല്ലേ, ത്രില്ലായി ഓണായിട്ട് വന്ന് രാവിലെ എന്നെ പുള്ളി ഒരുക്കിട്ട് വന്നായിരുന്നു. പിന്നെ എന്തായാലും വന്നേല്ലേ, ഞാൻ 2 ഗ്യാസിൽ കൊടുത്തിട്ട് പറഞ്ഞു ഏത് മറ്റവനാണ്. ആവേശമായിട്ട് വന്നു. ആവേശം ഒന്ന് കണ്ടപ്പോ തന്നെ പുള്ളി 2ആയിട്ട് റൂമിലോട്ട് കയറിപ്പോയി. എന്താ മോനെ ഇതെന്ത് പ്രാങ്ക്? ഇതൊരു മാതിരി പ്രേമലു വൈബ്. ഇല്ലണ്ണ, നമ്മുടെ അതിലൊരു പ്രാങ്ക് ഉണ്ട്. അവൻട്ട് നല്ലൊരു പണി കൊടുക്കണം അണ്ണ. ഈ ചെട്ടിയാരെ സിസ്റ്ററിന് വരാൻ വേണ്ടാത്ത മെസ്സേജ് അയച്ചു, അത് റോങ് അല്ലണ്ണ. അണ്ണൻ തന്നെ നോക്ക്, പുള്ളിയാണ് ഭയങ്കര ഡെസ്പാ. ഒരു പാർട്ടി പോലും മര്യാദക്ക് എൻജോയ് ചെയ്യണില്ല. ഇതൊരു മാതിരി നമ്മുടെ ഗ്യാങ്ങിൽ ഇരുന്നിട്ട് നമുക്കിട്ട് പണി തന്ന പോലെ അല്ലണ്ണ. അവൻ അങ്ങനെ ചെയ്തോ? ആന്നേ അണ്ണ, ചെറുപ്പം തൊട്ടുള്ള കൂട്ടുകേട്ടാ. എന്നിട്ടാ നാറി എന്നോട് ആ സ്വഭാവം കാട്ടിയേ. പെങ്ങളാണ് ഈ വീട്ടിലും കാട്ടി ഞാനാകെ ഇല്ലാണ്ടായിരിക്കും അണ്ണ. അവൻട്ടൊരു പണി കൊടുക്കണ്ടേ? അത് മോശമായി പോയി. പ്രാങ്ക് ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിക്കോളാസിനെ വിളിക്കാം, ടൂൾസ് എടുക്കാൻ പറയാം. എന്റെ പിള്ളേരെ വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ ഞാൻ കാണിച്ചു തരാം. വേണ്ടണ്ണ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലണ്ണ. ഈ പ്രാങ്ക് കഴിയുമ്പോഴത്തേക്കും പുള്ളി അങ്ങ് ഒതുങ്ങും. പിന്നെ നമുക്ക് പറയാനുള്ള മൊത്തം അവൻ നിന്ന് കേൾക്കും. ചെറിയൊരു ഡോസിന്റെ കുറവ്, അത്രേ ഉള്ളൂ. ആളൊരു പാവാ, പക്ഷെ കയ്യിലിരിപ്പ് തീരെ മോശമാണ്. പക്ഷെ മാളു മോളെ, അതിന് പ്രാങ്ക് നടക്കണ്ടേ മോളെ? എവിടെ? അപ്സ്റ്റേഴ്സ് ബെഡ്റൂം ആണ്. എന്നാ വാ മോനെ, നിങ്ങൾ വിട്ടോ, ഞാൻ വരുവാ. നാനി നടക്കടി കൂളെ. മക്കളെ ഞാൻ ഇപ്പൊ വരാൻ കേട്ടോ അണ്ണൻ. ഞാൻ വന്നിട്ട് നമുക്ക് തകർക്കണം. അണ്ണാ അടിച്ചല്ലേ അപ്പൊ പ്രോമിസോ? എടാ മോനെ, അത് പിന്നെ ഇങ്ങനെ പിടിച്ച പ്രോമിസ് ബ്രേക്ക് ആവില്ല. കണ്ട മോനെ, ഇതും കൂടെ എടുക്കാം. ശ്രദ്ധിക്ക് മോനെ, ശ്രദ്ധിക്ക്. എടാ മോനെ, എടപ്പാ ಒಳ್ಳೆ ಬೇಜಾರಲ್ವಾ? ഇല്ലണ്ണ, അങ്ങനെയൊന്നുമില്ലണ്ണ. എന്താ നാടൻ ബന്ധ? എടാ മോനെ, നീ ഏത് മൂഡ്? അണ്ണാ, ഞാൻ DJ കെഫ്, ബ്രിസ്ബേന്റെ ഹാർട്ട് ബീറ്റ് ആണ്. ഇത് ടെക്നോ ജീം ബൂംബാ. ഇതെന്ത് പാട്ട്? ബാംഗ്ലൂരിലെ വൈബില്ല. നീ എന്ത് പാട്ടാടാ ഇട്ടിരിക്കുന്നെ? മോനെ, ഈ പാട്ടൊന്നും ശരിയാവില്ല. നീ മാറി, ഞാൻ ഇടാൻ പാട്ട്. അണ്ണാ, പിള്ളേര് വേറെ വൈബാണ്. ബാങ്ക് ഇട്ടില്ലെങ്കിലേ പിള്ളേര് പിടിച്ച് പഞ്ഞിക്കിടും. ഒന്ന് പോടാ, നീ അണ്ണന്റെ ബാങ്ക്. അണ്ണാ, എനർജി ഇല്ല അണ്ണാ, കുറച്ചുകൂടെ എനർജി ആവട്ടെ. മോനെ, നീ അണ്ണന്റെ ബൈക്ക് കണ്ടിട്ടില്ലല്ലോ. നീ നോക്കിക്കോ. സ്റ്റെപ്പിടാ. ഇവിടെ നോക്കാൻ. ഞാൻ സ്റ്റെപ്പിടാൻ നോക്ക്. ഇത് കണ്ട മക്കളെ, ഇത് ഡാൻസ്. കൂത്താട്ടം, തപ്പ് കൊട്ടി തകില് കൊട്ടി താളമിട്ട് തുള്ളാട്ടം, ചെണ്ട കൊട്ട് ബാൻഡ് മേളം തോല് കൊട്ടിയാർക്കു വിളി, നാട്ടുകൂട്ടം തോളിലേട്ടി എണ്ണനോട് ജയ് വിളി. നാട്ടുപാഴി രാജാന്ദ്ര പറഞ്ഞ പേരെന്ത്ര രാജതന്ത്ര മുറയാണ്ട രാജ. നാട്ടുപാഴി രാജാന്ദ്ര പറഞ്ഞ പേരെന്ത്ര രാജതന്ത്ര മുറയാണ്ട. പ്രാങ്ക് നടക്കുവോ? വണ്ണുമോനെ സെറ്റ് ചെയ്യുവോ? ആണ്. അത് കലക്കി മോനെ.
ഞാൻ ദേ വന്നു. എന്തായി അണ്ണാ? ദാ മോനെ, അവള് വീണു. എന്തോ പറ്റി? അവൾക്ക് അപസ്മാര. വായിൽ നിന്ന് പനയൊക്കെ. വടിയായോ അണ്ണാ? എന്നാ നീ? അവൾ അടിച്ചാക്കിയ അലമ്പായി എളിയ വാളും വെച്ചകത്ത് കിടക്കുന്നുണ്ട്. എന്ത്? എന്താ നീ പറഞ്ഞത്? ഛർദിച്ചെന്നോ? സത്യം പറയടാ, നീ എന്നാ കൊടുത്തത്? ഒന്ന് പൊക്കേടി. എടാ ക്രിസ്റ്റോ, ഞാൻ തന്ന ടാബ്ലറ്റ് നീ ഹാഫല്ലേ അവൾക്ക് കൊടുത്തുള്ളൂ. നീ എന്നോട് എപ്പോഴാ ഹാഫ് കൊടുക്കാൻ പറഞ്ഞു? ഞാൻ ആ ടാബ്ലറ്റ് തന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു അതിൻ്റെ ഹാഫ് കൊടുത്താൽ മതിയായിരുന്നു എന്ന്. എടാ ഞാൻ കൊടുത്തു. അവൾ അടിച്ച് ഓഫായി കിടക്കുന്നുണ്ട്. നാളെ രാവിലെ വീട്ടിൽ എനിക്ക് പൊക്കോളും. എടാ ഓവർ ഡോസ് ആയോ ഇനി? എന്ത് മാങ്ങയൊക്കെ കാണണം. മോളെ മാളു, രൂപ, ഇതാണ് പ്രാങ്ക്. ഇനി അണ്ണനൊന്ന് കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്രിസ്റ്റോവിനെ പൂട്ടാം. അത് ഞാൻ ഏറ്റു മോളെ. ഇപ്പോഴല്ലേ പിടികിട്ടിയത്. എടാ മോനെ, അവള് പോയി. പൾസില്ല. നീ എന്താ ചെയ്തേ? അണ്ണ അണ്ണ എന്ത് ഈ പറയുന്നേ? ഞാനൊന്നും ചെയ്തില്ല അണ്ണ. എടാ നാറി, നിന്റെ ഈ സ്വഭാവം കാരണല്ലേ നമ്മളൊക്കെ ഇപ്പൊ പെട്ട് കിടക്കണേ. നീ ഇതിനായിരുന്നല്ലേ എന്റെ പെങ്ങൾക്കും മെസ്സേജ് അയച്ചേ? അവിടെ നീ മാറിയേ. അവിടെ നീ തേച്ചിട്ട് പോയ പെമ്പിള്ളാരുടെ പ്രാക്ക് കാരണം ഇപ്പം ഈ സിറ്റുവേഷനിലൂടെ നിൽക്കേണ്ടി വന്നത്. ബ്രിസ്റ്റോ, ഷീസ് നോട്ട് മൂവിങ്. എല്ലാം തീർന്നടാ. നമ്മുടെ കോളേജും ലൈഫും എല്ലാം പോയടാ. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു. നീ കേക്കണ്ടോ ഞാൻ പറയണത്? എടി എടി ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നേ? അവളാ എന്നെ വിളിച്ചേ. എവള് എടാ നീ ഏര് വിളിച്ചാലും ഈ എൻ്റെ അവിടെ കയറി പോകുന്ന സ്വഭാവം ഉണ്ടല്ലോ നിൻ്റെ. അത് ഒറ്റൊരുത്തം കാരണമാണ് ഇവിടെ നിൽക്കിട്ട് വന്നത്. അപ്പം നിനക്ക് ആ സെമ അറിയത്തില്ലേ? എന്തൊരു പാവം കൊച്ചായിരുന്നറിയാം അവള്. നിന്നെ കണ്ടുമുട്ടണ വരെ എന്ന് നിന്നെ കണ്ടോ അന്ന് അവള് നശിച്ചു. അവിടെ നീ കാരണം അവരുടെ ലൈഫിൽ എങ്ങനെ എഫക്റ്റ് ആവുന്നതെന്ന് ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നീ ഇപ്പം എന്തുമായി എല്ലാണത്തിനും ജയിലിൽ പോയി കിടക്കാം. എടാ എടാ നിന്നെ ഒന്ന് പ്രശ്നിച്ചടിക്കാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എടാ 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 ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ഏകദേശം ഒത്ത് 2 ഇടി കൊടുത്ത് പ്രാങ്ക് വിളിക്കാം. ഓക്കെ മോനെ. എടാ മോനെ, അവൻ സാഹചര്യം കൊണ്ട് ചെയ്തതല്ലേ. ഇനി അവൻ ശ്രദ്ധിച്ചോളൂ. നമുക്ക് ഇത്തവണ ശ്രമിക്കാം. ഇനി അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. അവൻ ആരും ഉപദ്രവിക്കല്ലേ. ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. നിങ്ങൾ വിട്ടുകളാ മോനെ. മോനെ ബ്രിസ്റ്റോ. പിന്നെ അവള് രൂപ, അവളെ ഞാൻ കൊറേ ആഗ്രഹിച്ചതാ. ശരി, ഇത്രയും നേരം പറഞ്ഞത് ഇവൻ ഫ്ലിപ്പ്. ഇല്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇത്ര സമയം ചിലവാക്കാം. ഞാൻ ഇവനെ ശരിക്കും ശരിയാക്കാം. കഴിഞ്ഞണ്ണ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ എല്ലാരെയും രസിക്കാം.
എല്ലാം അണ്ണാ ശരിയാക്കാം. അണ്ണൻ പറയുന്ന കേക്ക്. ഇവനെ കുറച്ച് മര്യാദ പഠിപ്പിക്കാവുണ്ട്. ആണോ? സെറ്റിയാരെ, നീ പോയി ബോഡി എടുത്ത് വണ്ടിയിൽ കയറ്റി. ആരുടെയും കോളേജ് ലൈഫും തീർന്നില്ല. നിക്കോളാസിന്റെ വീടിന്റെ അടുത്ത് ഒരു പൊട്ടക്കിണറുണ്ട്. അവിടെ ബോഡി തള്ളുന്നു. എല്ലാരും രക്ഷപ്പെടുന്നു. അതിന്റെ ഇടയിൽ ഞാൻ ഇവനെ ശരിയാക്കാം. എടാ മോനെ, ഇനി അണ്ണന്റെ രംഗപ്രവേശം. നിന്റെ മൈൻഡ് എവിടെയോ ഡാമേജ് ആയിട്ടുണ്ട് മോനെ. അത് അണ്ണൻ ഇനി കറക്റ്റ് ചെയ്യാം. You spoiled my night, bitch. എനിക്ക് തോന്നിയ പോലെ ജീവിക്കും. നീയും റെസ്റ്റോറന്റ് പോയില്ല. നീ മാത്രം. നീ ഓഫായോ? അണ്ണ പറയുന്ന കേക്കടാ. എടാ മോനെ, നീ ഉറങ്ങിപ്പോയോ? എടാ ഞാൻ പറഞ്ഞത് നിക്കോളാസ് ഇല്ല മോനെ, അവന്റെ കഥ കേൾക്കണം. അവൻ പണ്ട് ഓരോ പെണ്ണുങ്ങളായി പോകുമ്പോ ഒരു കുപ്പിയിൽ ഓരോ ജെംസ് മുട്ടായി ഇടും. ആ കുപ്പി പെട്ടെന്ന് നിറഞ്ഞ് പല നിറത്തിൽ കണ്ണീരിന്റെ ചോരയുടെ മണമുള്ള ജെംസ് മുട്ടായി ആ കുപ്പി നിറ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ അവൻ ഒറ്റക്കായി. ആരോടും സ്നേഹമില്ലാതെ, എവിടെ നിന്ന് സ്നേഹം കിട്ടാതെ അവനൊരു മൃഗമായി, സ്വയം വേദനിപ്പിക്കുന്നതായി അവന്റെ രസം. എടാ മോനെ, നിനക്ക് അങ്ങനെ ആവണം. അങ്ങനെ ആവണോന്ന്. എന്നാ ചുമ്മാ എടാ മോനെ, എന്തായി മൂട്? അണ്ണ അണ്ണ എന്തുകൊണ്ടായി പറയുന്നേ? ഞാൻ അങ്ങനത്തെ ആളല്ലാണോ? ഞാൻ വളർന്ന സാഹചര്യം എന്താന്ന് നിനക്കറിയോ? അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. എനിക്ക് ആരോട് എങ്ങനെ പെരുമാറണം, എന്തു പറയണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇതൊന്നും എനിക്ക് പഠിപ്പിച്ചതാരും ഉണ്ടായിട്ടില്ല. അണ്ണ അണ്ണ എനിക്ക് വയ്യ. എന്നെ ഇവിടെ വല്ല ഇറക്കി വിട്ടേരെ. വണ്ടി എടുത്തോ, അവളുടെ ബോഡി ഇറക്ക്. ഞാൻ എവിടെയെങ്കിലും ചെന്ന് രക്ഷപ്പെട്ടോളാം. ഞാൻ കാരണം നീ ഒരിക്കലും പ്രശ്നത്തിൽ പെടണ്ട. എടാ മോനെ, നീ വിഷമിക്കണ്ട. അണ്ണ എല്ലാം ശരിയാക്കാം. നിന്റെ ഉള്ളിൽ നന്മയുണ്ട് മോനെ. അണ്ണ ശരിയാക്കാം, നീ വിഷമിക്കണ്ട. അണ്ണാതെ നിക്കോളാസിന്റെ വീടെത്താറായി. എന്നാ ചെയ്യണ്ടേ? നീ ഏതായാലും വീട്ടിലേക്ക് വിട്. എനിക്ക് ഇവനോട് ഒന്നുകൂടി സംസാരിക്കണം. അത് കഴിഞ്ഞ് ബോഡി കുഴിച്ചിടാം. എനിക്ക് ജയിലിൽ പോവാൻ വയ്യ. നിനക്കറിയോ എന്റെ കൂടെ ആരുമില്ല. എനിക്ക് ആരുമില്ല. നിനക്ക് ആർക്കും എന്നെ വേണ്ടല്ലോ. നിനക്ക് പ്രാർത്ഥന പിടിച്ചോ? ഞാൻ എല്ലാം ശരിയാക്കാം. പറഞ്ഞു വേണ്ട. നിനക്ക് നിന്റെ അമ്മയെ കാണാം. എടാ മോനെ, നിനക്ക് വട്ടായോ? ഞാൻ ശരിയാക്കാമെല്ലാം. പറഞ്ഞില്ല, നിനക്ക് നിന്റെ അമ്മയെ കാണാം. ഇവ കൊച്ചു പിള്ളേരെ പോലെ. യാക്കൂബ, നീ വണ്ടി നേരെ ഇവന്റെ അമ്മയുടെ അടുത്തേക്ക് വിടും. പൊന്നണ്ണ, ഇവന്റെ അമ്മ അമേരിക്കയില. നിർത്ത്. എന്റെ പൊന്നണ്ണ, ഇവന് പോണോന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. വിസ റിജക്റ്റ് ആയെന്നാ പറഞ്ഞത്. കൊറേ പ്രാവശ്യം ട്രൈ ചെയ്തെന്നാ പറഞ്ഞത്. അണ്ണാതെ വീടെത്തി. നീ നേരെ വണ്ടി വീടിന്റെ ബാക്കിലേക്ക് വിട്ടോ. നിക്കോളാസ് അറിയണ്ട. ഇവിടെ മോളെ, ഇപ്പൊ തീർക്കാം. പെട്ടെന്ന് തീർത്താ ഒരു ഗമ്മില്ലല്ലോ. അണ്ണൻ പോയി ഒന്ന് പൊളിപ്പിച്ചിട്ട് വരാം. എന്നിട്ട് നമ്മൾ ബാക്ക് ടു പാർട്ടി. എടാ മോനെ, നീ എന്താ അവിടെ പിടങ്ങി മാറി നിൽക്കുന്നേ? നമുക്ക് എല്ലാം സെറ്റ് ആക്കാൻ. എടി മോളെ, അവൻ ഫുൾ പിണങ്ങിയിരിക്കുവാണല്ലോ. പുള്ളി ഫുൾ ടെൻഷനില്ല. നമുക്ക് നിർത്തേക്കാം. കുറെ നേരമായില്ലേ? സെറ്റിയാരെ, നീ ഹാപ്പി അല്ലേ? അത് മതി അണ്ണ, ഹാപ്പിയാ. എന്റെ അണ്ണ,
അവൻ ഇത്രയായിട്ട് വലിപ്പിച്ച് മതിയായില്ലേ, നമുക്ക് നിർത്തിയേക്കാന്നേ. എണ്ണ നീ ഒരു കാര്യം ചെയ്യും, അവനോട് ഇങ്ങോട്ട് എടാ, വരാൻ ക്രിസ്റ്റോ, അണ്ണ അല്ല ഏറ്റെന്ന് അമ്മയടുത്ത് എത്തിക്കും. എന്താടാ? എടാ അണ്ണൻ നിന്റെ വിസ ശരിയാക്കി തരാന്ന്, നിനക്ക് അമേരിക്കയിൽ പോവാന്ന്. എടാ മോനെ, അവന്റെ അമ്മ ശരിക്കും അമേരിക്കയിലാണോ? അമേരിക്കയിൽ എവിടെ? ആണെന്ന് അണ്ണാ പറഞ്ഞത്, പക്ഷേ അങ്ങനെ കറക്റ്റായിട്ടൊന്നും എനിക്കറിയില്ല. കാരണം ഫോൺ കോൾ വരുന്നതൊന്നും ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ലെന്നേ. പിന്നെ എനിക്കറിയത്തില്ല എന്തുവാ സംഭവം ഒന്നും. എല്ലാം സെറ്റ് ആയിട്ടുണ്ടാണ്. എടാ മോനെ, എന്താ നീ കാണിക്കുന്നേ? Ah!